Most welcome to the most wanted. ഇന്നിപ്പോൾ വളരെ ഗൗരവമേറിയ രാഷ്ട്രീയ ഗതിവിഗതികളാണ് നമുക്ക് മുന്നിൽ കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്നതിൻ്റെ സൂചനയെന്നോണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പത്രസമ്മേളനം ഇന്നലെ രാവിലെ 11 മണിക്ക് നടക്കുകയുണ്ടായി. അതിൽ എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ ഒരു മാസക്കാലം മൗനവ്രതത്തിലായിരുന്ന മുഖ്യമന്ത്രി ഇന്നലെയാണ് മൗനം വെടിഞ്ഞ് വാൽമീകത്തിൽ നിന്ന് പുറത്തു വന്നത്. അതിൽ ആദ്യത്തെ 1 മണിക്കൂർ അദ്ദേഹം മാധ്യമങ്ങളെ ആകെ പഴിക്കുന്നതിനും നശീകരണ പ്രവർത്തനമാണ് മാധ്യമപ്രവർത്തനം ആയിട്ടിപ്പോൾ നടത്തുന്നതെന്നും പറഞ്ഞ് കാടടച്ച് ആക്ഷേപിക്കുകയായിരുന്നു. അതിനുശേഷം ചോദ്യം ചോദിക്കാനുള്ള സമയത്ത് ചോദ്യത്തിന് പകരം മറുചോദ്യം പലപ്പോഴും ഉത്തരമായി വന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്നുള്ളിടത്ത് ഒരു അവിയൽ രൂപത്തിലുള്ള മറുപടിയും പറഞ്ഞു. പ്രധാനമായിട്ടും ജനങ്ങൾക്കറിയേണ്ടതും അവരുടെ പ്രതിനിധികളായി പത്രപ്രതിനിധികൾ ചോദിച്ചതും PV അൻവറിൻ്റെ വെളിപ്പെടുത്തലുകളെ സംബന്ധിച്ചാണ്. അദ്ദേഹം ADGP മനോജ് കുമാറിനും ADGPക്കും അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരെ നിരവധി ആരോപണങ്ങളാണ് 13 ആരോപണങ്ങളാണ് എഴുതി നൽകിയത്. മുഖ്യമന്ത്രിക്കും എഴുതി നൽകി, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും അദ്ദേഹം ഇങ്ങനെ ഈ 13 പരാതികൾ എഴുതി നൽകി. എന്നാൽ മുഖ്യമന്ത്രിയുടെ മറുപടിയിലാകട്ടെ ആദ്യം അൻവറിനെ ടാർണിഷ് ചെയ്യാനായിരുന്നു ശ്രമം. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കോൺഗ്രസ് പാരമ്പര്യമാണ്. അദ്ദേഹത്തെ 10 വർഷത്തിന് മുമ്പ് അവിടെ MLA ആക്കിയതും കഴിഞ്ഞ പ്രാവശ്യം സ്വർണം ഖനനം ചെയ്യാൻ ജോഗന്നാഥപുരത്തിൽ പോയിരുന്ന അൻവറിനെ തിരിച്ച് വിളിച്ചുകൊണ്ടുവന്ന് അവിടെ സ്ഥാനാർത്ഥിയാക്കിയപ്പോഴൊന്നും ഇതറിയില്ലായിരുന്നു എന്ന് തോന്നും പറയുന്നത് കേട്ട. അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം കോൺഗ്രസ് പാരമ്പര്യമാണ്. അത് അദ്ദേഹം അത് സമ്മതിച്ചു. അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു, ഞാൻ പഴയ കോൺഗ്രസ്സുകാരനാണ്. നിങ്ങളുടെ EMS ഏത് പാർട്ടിക്കാരനായിരുന്നു കമ്മ്യൂണിസ്റ്റ് ആവുന്നതിന് മുമ്പ്? അത് സ്വാഭാവികമായി അദ്ദേഹത്തെ പറഞ്ഞു പറയിച്ചതാണ്. EMSനോട് തുലനം ചെയ്യാനൊന്നും അൻവറില്ല എന്നുള്ളത് വേറെ കാര്യം. എങ്കിൽ പോലും EMS ഉൾപ്പെടെയുള്ള തുടക്കക്കാരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നു എന്ന് സമർത്ഥിക്കാൻ അൻവറിൻ്റെ ആ മറുപടിക്ക് കഴിഞ്ഞു എന്നുള്ളത് മാത്രം. എന്തായാലും അൻവർ അതിനുശേഷം പറഞ്ഞ മറുപടി ശശിക്കെതിരെ കള്ളസ്വർണം കടത്തുന്നതിലും പൊട്ടിച്ചെടുക്കുന്നതിലുമുള്ള വിഹിതം പറ്റിക്കൊണ്ടിരിക്കുന്ന ആളാണ് P ശശി, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് അസന്നിഗ്ധമായി അൻവർ അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫലത്തിലിത് നാട്ടിൻപുറത്ത് പറയുന്ന പോലെ എല്ലാം ശശിയായി, വാദിയും പ്രതിയും ശശിയായി എന്ന് പറയുന്നത് പോലെയാണ്. അതുപോലെ MR അജിത് കുമാറിന് എതിരായിട്ടും പൂരം കലക്കി ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വച്ചു. RSS നേതാക്കന്മാരെ സ്വകാര്യമായി കാണാൻ പോയതിനെ കുറിച്ചുള്ള ആരോപണം മുന്നോട്ട് വച്ചു. ഇതിനെയെല്ലാം പൂരം കലക്കുന്നതിന് ഒന്നും ADGPയെ ഇല്ലായിരുന്നു, അദ്ദേഹം സംശുദ്ധനാണ്. അതുപോലെ RSSകാരെ കാണാൻ പോയതിനെക്കുറിച്ച് ഒന്നും ഒരു തൃപ്തികരമായ മറുപടി പറയാൻ, അല്ലെങ്കിൽ അദ്ദേഹം അത് അന്വേഷിച്ചിട്ട് ഇന്ന കാര്യത്തിനാണ് പോയത് എന്ന് പറയാൻ പോലും മുഖ്യമന്ത്രിക്ക് കഴിയാതെ ഇവരെ രണ്ടുപേരെയും MR അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയെയും ശശിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേന് അദ്ദേഹം ക്രുദ്ധനായി എന്ന് വേണം പറയാൻ. നേരത്തെ ഇച്ചിരി സമാധാനത്തിൽ മറുപടി പറഞ്ഞുകൊണ്ടിരുന്ന ആൾ
പി ശശിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ക്രുദ്ധനായി ഇല്ലെങ്കിലേ അതിശയമുള്ളൂ. കാരണം പാർട്ടിയിൽ നിന്ന് പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പെട്ട പി ശശി കഴിഞ്ഞ എറണാകുളം സംസ്ഥാന സമ്മേളനത്തിൽ മെമ്പർഷിപ്പിലുണ്ടായിരുന്നോ എന്നുള്ളത് തന്നെ, ഏത് ബ്രാഞ്ചിലായിരുന്നു എന്നുള്ളത് തന്നെ അന്വേഷിക്കണം. ആ ബ്രാഞ്ചിൽ നിന്ന് നേരെ എടുത്ത് സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാന കമ്മിറ്റി മെമ്പറായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും അദ്ദേഹത്തെ തന്നെ നേരെ പിടിച്ചുകൊണ്ടുവന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്ന താക്കോൽ സ്ഥാനത്തിരുത്തിയത് പിണറായി വിജയനല്ലാതെ മറ്റാരുമല്ലെന്ന് ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാവും. അപ്പോൾ അതെന്തിനു വേണ്ടിയാണ് അങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്ന ഒരാളെ ആക്കിയത്? അല്ലെങ്കിൽ എം.ആർ. അജിത് കുമാറിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അപ്പോൾ അവിടെല്ലാം മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് വഴി നടക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം തന്നെ ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായ മറുപടിയും പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുപോലെ അൻവർ ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ നേരിട്ടിറങ്ങി അൻവറിനെ പൂട്ടും. അൻവറിൻ്റെ കേസുകൾ, പല കേസുകളും അദ്ദേഹം വളരെ മാന്യനായ അഴിമതിക്കെതിരെ ക്രൂസൈഡ് കുരിശുദ്ധം നടത്തുന്ന ആളാണെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. എങ്കിൽ പോലും ആര് പറഞ്ഞാലും കാര്യമായിട്ട് കാണണമെന്നുള്ളത് കൊണ്ട് മാത്രം പറയുന്നു. അൻവർ വിശുദ്ധ പശുവൊന്നും ആണ് എന്ന് ഒരിക്കലും ആരും ഇതുകൊണ്ട് ധരിക്കേണ്ടതില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്, അന്വേഷിക്കേണ്ടതാണ് എന്ന് പാലോളി മുഹമ്മദ് കുട്ടി പോലും പറഞ്ഞു. പറയേണ്ടത് ഇവിടെ അല്ല എങ്കിൽ പോലും പറഞ്ഞ കാര്യം ഗൗരവമുള്ളതാണ്, അത് അന്വേഷിക്കേണ്ടത് തന്നെയാണെന്ന് വന്ധ്യവയോധികനായ കമ്മ്യൂണിസ്റ്റ് സഖാവ് പാലോളി മുഹമ്മദ് കുട്ടി പോലും പറയുന്നുണ്ടായി. എന്നിട്ട് എന്താ അന്വേഷണം? എവിടെ അന്വേഷിക്കുന്നു? അപ്പോൾ അങ്ങനെ ആ പൊതുസമൂഹത്തെ പോലും പുച്ഛിച്ച് തള്ളുന്ന തരത്തിലുള്ള പ്രവൃത്തികളുമായിട്ടാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അദ്ദേഹത്തിൻ്റെ അനുചരന്മാരായിട്ടുള്ള എം.ആർ. അജിത് കുമാറും അതുപോലുള്ള തൽപര കക്ഷികളും മുന്നോട്ട് നീങ്ങുന്നത്. ഈ സാഹചര്യത്തിൽ ഒരു മുന്നണി സംവിധാനം തന്നെ ഉലയ്ക്കുന്ന വിധത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി വന്നിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, വഴിയെ പോകുന്നവരൊക്കെ പറഞ്ഞാൽ എന്നെ എം.ആർ. അജിത് കുമാറിനെ മാറ്റാൻ പറ്റുമോ എന്നുള്ള തരത്തിലാണ് ചോദിച്ചത്. അതാരുടേതാണ് വഴിയെ പോയവരുടെ ചോദ്യം, വിമർശനം. CPIയുടെ സംസ്ഥാന സെക്രട്ടറി, CPIയുടെ കേന്ദ്ര സെക്രട്ടറി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം, ഇവരൊക്കെ അല്ലേ CPIയുടെ നേതാക്കന്മാർ? അവർ വഴിപോക്കരാണോ? ബിനോയ് സുവ്യക്തമായി പറഞ്ഞു. അതിനുശേഷം പ്രകാശ് ബാബു, അഡ്വക്കേറ്റ് കെ പ്രകാശ് ബാബു CPIയുടെ സംസ്ഥാന അസിസ്റ്റൻറ്റ് സെക്രട്ടറി ആയിരുന്നു, അപ്പോൾ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗമായിരിക്കുന്ന അദ്ദേഹം ജനയുഗം പത്രത്തിലൂടെ ലേഖനമെഴുതി ശക്തമായ നടപടി ഇതിനെടുക്കണം, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ADGP RSS പ്രവർത്തകരെ ഊഴം വെച്ച് കണ്ടു, നേതാക്കന്മാരെ, RSS നേതാക്കന്മാരെ ഊഴം വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ അതിനോട് വിശദീകരണം ചോദിക്കുവാൻ തീർച്ചയായിട്ടും വകുപ്പ് ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട്. അത് ഇടതുപക്ഷവും BJP RSSും തമ്മിൽ ഒരു അന്തർധാര ഉണ്ടാക്കുന്നതായി സംശയിക്കാൻ പൊതുസമൂഹം സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാവില്ല. അതുകൊണ്ട് നടപടി വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവരെ വഴിപോക്കരായി കണ്ട് അതിന് പോലും നല്ല ശക്തമായ മറുപടി പറയാതെ കഴിഞ്ഞ 5 മാസക്കാലമായിട്ട് അന്വേഷിക്കാത്തത് കഴിഞ്ഞ 5 ദിവസം കൊണ്ട് അന്വേഷിച്ച് റിപ്പോർട്ട് ഇന്നലെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരിക്കുകയാണ്. ADGP M.R. അജിത് കുമാർ എന്നതിനെക്കുറിച്ച്, പൂരം കലക്കിയതിനെക്കുറിച്ച്, അതിനെക്കുറിച്ച് 5 മാസം മുമ്പ് അന്വേഷിച്ച് ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് തരണമെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ VS സുനിൽകുമാർ, തൃശ്ശൂരിലെ കാൻഡിഡേറ്റ്, ലോക്സഭാ കാൻഡിഡേറ്റ് തന്നെ നേരിട്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുക്കുകയും എന്തായി ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമെന്ന് ചോദിക്കുന്ന, വിവരാവകാശ പ്രകാരം പോലും ചോദിക്കുന്ന അവസ്ഥയിൽ ഒന്നും കൊടുക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പഴയ കാര്യങ്ങളൊക്കെ അത് പൊടി തപ്പി അത് സ്വന്തം മനസ്സിൽ നിന്നിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി
അവിടെ നിന്നും അവിഹിതമായിട്ടൊന്നും നടന്നില്ല, പോലീസ് സേനയുടെ കാരണം കൊണ്ടല്ല പൂരം കലങ്ങിയത് എന്നാണ് എം.ആർ. അജിത് കുമാർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ശരിയല്ല എന്നുള്ള കാര്യത്തിൽ ആ അസംതൃപ്തി CPIയുടെ ഭാഗത്ത് നിൽക്കുകയാണ്. CPIയുടെ സ്ഥാനാർത്ഥിയായിരുന്നത് VS സുനിൽകുമാറാണ്. AIFൻ്റെ നേതാവായിട്ട് നല്ല ചൂരുമുള്ള അദ്ദേഹം കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ തന്നെ മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയായി പ്രവർത്തിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ പരാതിക്ക് പോലും ഒരു വിലയില്ലാതായി വന്നാൽ തീർച്ചയായിട്ടും CPM-ഉം CPI-യുമായിട്ടുള്ള ബന്ധത്തിന് ഉലച്ചിൽ സംഭവിക്കും. അത് പക്ഷേ കേരള രാഷ്ട്രീയത്തിലാകെ ഒരു ഉലച്ചിലുണ്ടാകാം, മലക്കം മറിച്ചിലുകൾ പലർക്കുണ്ടാകാം എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. CPI ഇല്ലാതെ CPM-ന് മാത്രമായി മത്സരിച്ചാൽ ജയിക്കാൻ കഴിയുന്ന ഒരു 10-15 സീറ്റ് ഒരു പക്ഷേ ഉണ്ടായേക്കാം. എന്നാൽ അതിനപ്പുറത്ത് മുന്നണി ഭരണം വരണമെങ്കിൽ, അല്ലെങ്കിൽ CPM-ൻ്റെ മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടാകണമെങ്കിൽ CPI-യുടെ സഹായം, CPI ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് പറയുന്നില്ല, CPI ഏതെങ്കിലും നിയോജക മണ്ഡലങ്ങളിലെ ഏറ്റവും വലിയ പാർട്ടിയാണെന്ന് പറയുന്നില്ല, പക്ഷേ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാനും തോൽപ്പിക്കാനും കഴിയുന്ന പ്രകരശേഷിയുള്ള വോട്ട് ബാങ്കാണ് CPI-യുടേത് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവില്ല. CPI-യെ പിണക്കിക്കൊണ്ട് ഒരു ഇടതുപക്ഷ ഭരണം മുന്നോട്ട് പോകാനും കഴിയില്ല. CPI ഇടതുപക്ഷത്തു നിന്നും വലതുപക്ഷത്തേക്ക് പോയാലും അതിശയിക്കാൻ ഇടയില്ല. കാരണം ആ പാർട്ടി കോൺഗ്രസുമായി സഹകരിച്ച് അവരുടെ മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, അവരുടെ മന്ത്രിമാരുണ്ടായിട്ടുണ്ട്, അവരുടെ രാഷ്ട്രീയത്തിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് CPI-യെ പോലും വിശ്വാസത്തിലെടുക്കാതെ ഒരു മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള വ്യാമോഹം വേണ്ട. നമുക്ക് ഉറക്കെടുക്കാവുന്നത് പോലെ മന്ത്രിസഭയിൽ നിന്ന് പോലും 4 മന്ത്രിമാരെ വിഡ്രോ ചെയ്ത പാരമ്പര്യം CPI-ക്കുള്ളത്. പിണറായി വിജയൻ്റെ ഇരട്ടച്ചങ്കാണെങ്കിൽ ആ 4 ചങ്കിലും കൂടെ ഇടിക്കുന്ന ഒരു ഇടിയായിരുന്നു അന്ന് CPI സംസ്ഥാന സെക്രട്ടറി നൽകി അത് എന്നുള്ള കാര്യം ഇരട്ടച്ചങ്കനും മറക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പിന്നെ 3 ചങ്കുള്ള P ശശിയും മറക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ 4 ചങ്കുള്ള M.R. അജിത് കുമാറും മനസ്സിലാക്കാൻ വേണം എന്നുള്ളതേ ഉള്ളൂ. ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള ഏത് സമയത്തും ശിവശങ്കർ ഇന്ന് ജയിലിലാണ്, അറിയാമല്ലോ. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് രാഷ്ട്രീയ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ സേവിയർ എന്ന് പറയുന്നത് ഏത് സമയത്തും ഇല്ലാതാകാമെന്നുള്ള കാര്യം M.R. അജിത് കുമാർ മറക്കണ്ട എന്നുള്ളത് കൂടി അടിവരയിട്ട് സൂചിപ്പിക്കേണ്ട സന്ദർഭമാണിത്. എന്തായാലും ഇപ്പോൾ പൊതുവിൽ സാധാരണ യുക്തിബോധമുള്ളവരെ പരിഹസിക്കുന്ന തരത്തിലുള്ള ആണ് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുള്ളത്. അതിന് ഇതെല്ലാം മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്ന് ഉള്ള ഭാഷയിൽ അൻവർ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഇനി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണമാണ് വരേണ്ടത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ആശങ്കകളെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴേ കയറിക്കൂടിയിട്ടുണ്ടാവണം. എങ്കിലും പുറത്തു വരുന്ന ഇതിനോടുള്ള പ്രതികരണം, പൊതുസമൂഹത്തിൻ്റെ പ്രതികരണം എന്താണെന്ന് മനസ്സിലാക്കി കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സിനെ തൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ട് പ്രശ്നത്തിനൊരു പരിഹാരമെന്നുള്ള നിലയ്ക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ട് പോക്കിനും ഒരു തുടർ ഭരണം, ഇനി താൻ കഴിഞ്ഞാൽ പ്രളയം എന്ന് ചിന്തിക്കാതെ ഒരു തുടർ ഭരണം വരത്തക്കവണ്ണമുള്ള രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയെടുക്കുവാൻ തൻ്റെ വാക്കുകൾ കഴിയണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മോസ്റ്റ് വാണ്ടഡ്.